അതുകൊണ്ട് തന്നെ വളരെ പവിത്രത നിറഞ്ഞ ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ വെച്ച് എന്തിനീ വിഷയം കേൾക്കാൻ നിൽക്കുന്നു? അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. ഇത് ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും ബാധിക്കുന്ന ഒരു വിഷയമല്ലേ? എന്തിനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊരു പക്ഷേ പ്രായമായ റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, അരിനല്ലദൈനി അളല്ലാന, ഈ ദുനിയാവിൽ വെച്ച് ഞങ്ങളെ പിഴപ്പിച്ച ആ രണ്ടുപേരെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു താ തമ്പുരാനെ. ആരാണ് ഈ രണ്ടുപേർ? ആരാണ് ഈ രണ്ടുപേർ? ഒന്നെന്റെ ഉമ്മയാണ്, രണ്ടാമത്തത് എന്റെ ഉപ്പയാണ്. അവരാണ് ഞങ്ങളെ പിഴപ്പിച്ചത്. അവരാണ് ഞങ്ങളെ നരകത്തിലെത്താനുള്ള കാരണക്കാരായി തീർന്നത്. അവരാണ് കാരണം ഞങ്ങൾ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് കൊണ്ട് നിൽക്കുമ്പോ ഞങ്ങളുടെ കൈപിടിച്ച് പൊങ്ങി ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നേരായ വഴിയിൽ നിയന്ത്രിച്ചു നിർത്തൽ ഓരോ മാതാപിതാക്കളും വല്ലിപ്പമാരും ഒക്കെ കരുതുന്നുണ്ടാവാം. എന്നാൽ ഒരു രക്ഷിതാവെന്ന രീതിയിൽ എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാരും രക്ഷിതാവിന്റെയും കടമയാണെന്ന് ആദ്യമായി എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും മനസ്സിലാക്കുക. അല്ലാഹു യുവത്വത്തെക്കുറിച്ച്, യൗവനത്തെക്കുറിച്ച്, യുവസമൂഹത്തെക്കുറിച്ച്, യുവതലമുറയെക്കുറിച്ച്, ചെറുപ്പക്കാരെക്കുറിച്ച് അള്ളാഹു നടത്തിയ ഒരു പ്രയോഗം അശുദ്ധ എന്നതാണ്. അശുദ്ധ എന്നതാണ് യുവത്വത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗം. എന്താണ് ഈ അശുദ്ധ എന്ന് അറബിയിൽ പറഞ്ഞാൽ അർത്ഥം പറയാം? ഏതൊരു കാര്യത്തിലേക്കും വളരെയധികം തന്റെ ഇടത്തോടെയും ചങ്കൂറ്റത്തോടെയും فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما. ഞാൻ ശരിപ്പെടുത്തി കൊടുത്ത ഈ മതിലുണ്ടല്ലോ, അത് രണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിന്റെ വിവിധ സ്ഥലങ്ങളിലൂടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമ്മുടെ യുവത്വത്തെ ആവശ്യപ്പെടുന്നു. നമ്മുടെ യുവത്വത്തെ അള്ളാഹു ചോദിച്ചു വാങ്ങുകയാണ്. ഇസ്ലാമിന് നമ്മുടെ യുവത്വം ആവശ്യമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മുടെ യുവത്വത്തെ ആവശ്യമുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും നമ്മുടെ യുവത്വവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ചോരത്തിളപ്പും നമ്മുടെ ചുറുചുറുക്കും ആവശ്യമുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായിരിക്കണം, നല്ല ആരോഗ്യം വേണം. അതോടൊപ്പം തന്നെ എല്ലാവിധ കായിക അഭ്യാസ അയോധന കലകളിലും വളരെയധികം പ്രാവീണ്യം വേണം. അതോടൊപ്പം തന്നെ നീന്താൻ അറിയണം. ഈ യോഗ്യതകളൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ എനിക്ക് കണ്ടെത്തി തരണമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട മജ്സഅ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുകയാണ്. ഈ സമയത്ത് മജ്സഅ റളിയല്ലാഹു അൻഹു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ പറഞ്ഞ യോഗ്യതകളെല്ലാം ഈ വിനീതനിൽ സമ്മേളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന ആ ചെറുപ്പക്കാരൻ ഞാൻ തന്നെയാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കണം. ഏതൊരു കാര്യത്തിനു വേണ്ടിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കണമെന്ന് മഹാനായ മജ്സഅ റളിയല്ലാഹു അൻഹു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. ഉടനെ തന്നെ അതാ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മജ്സഅ റളിയല്ലാഹു അൻഹുവിനെ അടുത്ത് വിളിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് പറയുന്നു, വല്ലയോ മജ്സഅ, മദീനയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ഒരു പ്രദേശമുണ്ട്. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അതിർത്തി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന നിങ്ങൾക്ക് പോവാനുള്ളത്. അതുകൊണ്ട് ഈ പ്രതിബന്ധങ്ങളെല്ലാം താണ്ടിക്കടന്ന് നിങ്ങൾ തുസ്തർ എന്ന് പറയുന്ന പ്രദേശത്തെത്തണം. ആ തുസ്തർ എന്ന് പറയുന്ന പ്രദേശത്ത് നിങ്ങൾ എത്തുമ്പോ അവിടെയുള്ള രാജാവിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. ആ കൊട്ടാരത്തിലേക്ക്, രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വരാനുള്ള വഴികൾ, ഒളിച്ചു കടക്കാനുള്ള, നുഴഞ്ഞു കയറാനുള്ള വഴികളെല്ലാം നിങ്ങൾ അന്വേഷിക്കണം. ആ രാജാവിന്റെ രഹസ്യ കേന്ദ്രങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ ശേഖരിക്കണം. എന്നിട്ട് ആ വിവരങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് നിങ്ങൾ മദീനയിലേക്ക്, എന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ
നമുക്കൊരു സൈന്യത്തെ അയച്ചുകൊണ്ട് തുസ്തർ എന്ന് പറയുന്ന നഗരം നമുക്ക് കീഴടക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അതിന്റെ വിവരങ്ങളെല്ലാം നിങ്ങൾ ശേഖരിച്ചുകൊണ്ട് തിരിച്ചു വരണമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ മജ്സഅ റളിയല്ലാഹു അൻഹുവിനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തുസ്തർ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് അയക്കുകയാണ്. അങ്ങനെ മഹാനായ മജ്സഅ റളിയല്ലാഹു അൻഹു തന്റെ കൂടെ ഒരു വഴി അറിയുന്ന ഒരു ഗൈഡിനെ കൂടി തന്റെ കൂടെ കൂട്ടുകയാണ്. അങ്ങനെ ആ ഗൈഡിന്റെ സഹായത്തോടുകൂടി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്. ഒരുപാട് മലകളും പുൽമേടുകളും ഒരുപാട് ദുർഘടമായ വഴികളും കണ്ടി അവസാനം തുസ്തർ എന്ന് പറയുന്ന നഗരത്തിന്റെ അതിർത്തിയിലെത്തുകയാണ്. അവിടെ എത്തിയപ്പോ മജ്സഅ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിന്റെ വഴികാട്ടിയായ ഗൈഡ് പറയുന്നു, അല്ലയോ സഹോദരാ, ഇനി നമുക്ക് കടക്കാനുള്ളത് വളരെ ദുർഘടം നിറഞ്ഞ ഒരു വഴിയിലേക്കാണ്. ഇനി നിങ്ങളുടെ മുമ്പിലുള്ളത് ഒരു ഗുഹയാണ്. ആ ഗുഹയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയുള്ളത് എത്രയോ മീറ്ററുകൾ വീതിയുള്ള വലിയൊരു പുഴയാണ്. ഗുഹയുടെ ഉള്ളിലൂടെയാണ് പുഴ ഒഴുകുന്നത്. അതുകൊണ്ട് ആ പുഴയിലൂടെ മുങ്ങിയും നീന്തിയും അതിനിടയിലുള്ള വള്ളിപ്പടർപ്പുകളും മുള്ളുകളുമെല്ലാം താണ്ടിക്കടന്നുകൊണ്ടായിരിക്കണം തുസ്തർ എന്ന് പറയുന്ന നഗരത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ടത്. അങ്ങനെ മഹാനായ മജ്സഅ റളിയല്ലാഹു അൻഹു നീന്തി ഒരുപാട് സ്ഥലങ്ങളിൽ മുങ്ങിയും നടന്നും എല്ലാവിധ വള്ളിപ്പടർപ്പുകളിൽ നിന്നും രക്ഷപ്പെട്ട അവസാനം തുസ്തർ എന്ന് പറയുന്ന നഗരത്തിൽ എത്തുകയാണ്. ആ തുസ്തർ എന്ന് പറയുന്ന രാജ്യത്തെ കൊട്ടാരത്തെ ഒരുപാട് ദൂരത്ത് നിന്ന് മഹാനവറുകൾ വീക്ഷിക്കുകയാണ്. അതാ ദൂരെ ഒരുപാട് മീറ്ററുകൾക്കപ്പുറത്ത് തുസ്തർ നഗരത്തിലെ രാജാവിനെ അദ്ദേഹം കാണുകയാണ്. അങ്ങനെ അവിടെ ഒരുപാട് ദിവസം അദ്ദേഹം തങ്ങുകയും അവിടെയുള്ള വിവരങ്ങളെല്ലാം ശേഖരിക്കുകയും ചെയ്ത് അദ്ദേഹം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് താൻ കണ്ട കാര്യങ്ങളെല്ലാം, താൻ ശേഖരിച്ച വിവരങ്ങളെല്ലാം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കൈമാറുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു കിട്ടിയ ആ വിവരമനുസരിച്ച് 300ഓളം പടയാളികളെ അതാ തുസ്തർ നഗരം കീഴടക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയാണ്. 100 കണക്കിന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ മരുഭൂമിയിലൂടെ ഒരുപാട് ദുർഘടമായ പ്രയാസമേറിയ വഴികളിലൂടെ സഞ്ചരിച്ച് അവസാനമതാ തുസ്തർ നഗരത്തിന്റെ അതിർത്തി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന നേരത്തെ പറഞ്ഞ ഗുഹയുണ്ടല്ലോ, ഉള്ളിലൂടെ നദി ഒഴുകുന്ന ഗുഹ, ആ ഗുഹാമുഖത്തെത്തുകയാണ്. അവിടെ എത്തിയപ്പോ മജ്സഅ റളിയല്ലാഹു അൻഹു തന്റെ കൂടെ ഉണ്ടായിരുന്നവരോട് പറയുന്നു, ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഏറ്റവും പ്രയാസമേറിയ ഒരു വഴിയിലേക്കാണ്. എന്താണ് പ്രയാസം? ഇനി ഓരോരുത്തർക്ക് മാത്രം കടക്കാൻ കഴിയുന്ന വളരെ ഇടുങ്ങിയ ഒരു ഗുഹയാണ്. അതിന്റെ ഉള്ളിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയെല്ലാം നീന്തിക്കടന്നുകൊണ്ടായിരിക്കണം നിങ്ങൾ തുസ്തർ നഗരത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. അതുകൊണ്ട് മുന്നിൽ ഞാൻ തന്നെ ഗുഹയിലേക്ക് ഇറങ്ങാം. ഞാൻ നീന്തി ആ ഗുഹയുടെ അങ്ങേ തലയിൽ പോയി നിങ്ങളെ കാത്തിരിക്കാം. ഓരോരുത്തരായി ഗുഹയിലേക്ക് ഇറങ്ങി ആ വെള്ളത്തിലൂടെ നീന്തിയിട്ട് അവസാനം അങ്ങേ കരയിൽ പോയി നിങ്ങളെല്ലാവരും പൊങ്ങണം. എന്നിട്ട് നമുക്കൊന്നിച്ച് തുസ്തർ നഗരം കീഴടക്കാം. അങ്ങനെ മജ്സഅ റളിയല്ലാഹു അൻഹു ആ ഗുഹയിലേക്ക് ഇറങ്ങി വെള്ളത്തിലൂടെ നീന്തി ഒരുപാട് സ്ഥലങ്ങളിൽ, ആഴം കുറഞ്ഞ സ്ഥലങ്ങളിലൂടെ നടന്ന് വള്ളിപ്പടർപ്പുകൾ വളർന്നു നിൽക്കുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അദ്ദേഹം ആ ഗുഹ കടക്കുകയാണ്. എന്നിട്ട് തന്റെ കൂട്ടുകാര് വരുന്നതും കാത്തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് സമയം കാത്തിരുന്നു. അതാ ഓരോരുത്തരായി കയറി വരുന്നു.
മണിക്കൂറുകൾ ഒരുപാട് കഴിഞ്ഞു. അവസാനം ആ ഗുഹ കടന്നു വന്നവരെ മഹാനവറുകൾ ഒന്ന് എണ്ണി നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, 80 ആളുകൾ മാത്രമാണ് ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ബാക്കിയുള്ള 300-ലെ 220ഓളം ആളുകളും അതാ ആ ഗുഹക്കടിയിലുള്ള പുഴയിലെ വെള്ളത്തിൽ മുങ്ങി അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി പോവുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ യുവത്വം പരിശുദ്ധമായ ദീനിന് ആവശ്യമുണ്ട്. മഹാനായ മജ്സഅ റളിയല്ലാഹു അൻഹു പക്ഷേ പതറിയില്ല. തന്റെ കൂടെ ഉണ്ടായിരുന്ന 300 ആളുകളിൽ 220ഓളം ആളുകളും ആ വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ടും മഹാനവറുകൾ പതറിയില്ല. തന്റെ കൂടെ ഉണ്ടായിരുന്ന കേവലം 80ഓളം വരുന്ന ആളുകളുമായി അദ്ദേഹം തുസ്തർ നഗരം വളരെയധികം സാഹസത്തോടുകൂടി യുദ്ധം ചെയ്തു കീഴടക്കുകയാണ്. പരിശുദ്ധമായ ദീനിനു വേണ്ടി തന്റെ യുവത്വത്തെയും തന്റെ ചുറുചുറുക്കിനെയും ചെലവഴിച്ച, തന്റെ ആരോഗ്യത്തെയും തന്റെ ഇടത്തെയും ചെലവഴിച്ച മഹാനായ മജ്സഅ റളിയല്ലാഹു അൻഹു കടന്നുപോയ വഴിയിലൂടെയാണ് നമ്മളും കടന്നു പോകുന്നത്. മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ മദീനയിൽ നിന്ന് എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള മുഅ്ത എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അയക്കുകയാണ്. റോമൻ സാമ്രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ. ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്ന റോമൻ സാമ്രാജ്യത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടി മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലുള്ള കേവലം 3000 വരുന്ന സൈന്യമാണ് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നത്. ഈ 3000 വരുന്ന സൈന്യം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ വെയിലുകൊണ്ട് സഞ്ചരിച്ച് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ അവസാനം മുഅ്ത എന്ന് പറയുന്ന യുദ്ധഭൂമിയിലെത്തുകയാണ്. മുഅ്തയിലെത്തുമ്പോ അതാ റോമൻ സാമ്രാജ്യത്തിന്റെ സൈന്യം സർവായുധ വിഭൂഷിതരായി കാത്തിരിക്കുകയാണ്. അവരുടെ എണ്ണം എത്രയാണെന്നറിയുമോ? 3000ഓളം വരുന്ന സ്വഹാബികളെ നേരിടാൻ വേണ്ടി കാത്തിരിക്കുന്നത് 2 ലക്ഷത്തോളം വരുന്ന സൈന്യമാണ്. 3000 വരുന്ന ഈ സൈന്യത്തെ നേരിടാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഏകദേശം 100 ഇരട്ടിയോളം 2 ലക്ഷത്തോളം വരുന്ന സൈന്യമാണ് കാത്തിരിക്കുന്നത്. പക്ഷേ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പതറിയില്ല. പരിശുദ്ധമായ ദീനിനു വേണ്ടി പടവാളേന്തി മഹാനവറുകൾ പടക്കളത്തിലേക്ക് കുതിക്കുകയാണ്. അങ്ങനെ ഘോരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ അവിടുത്തെ ഇസ്ലാമിന്റെ പരിശുദ്ധ പതാക പിടിച്ച് അവിടുത്തെ വലത്തെ കൈ അങ്ങോട്ട് വെട്ടിമാറ്റുകയാണ്. എന്റെ വലതുകൈ നിലത്തു വീണാലും അള്ളാന്റെ ഹബീബന്റെ കയ്യിലേൽപ്പിച്ച ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പതാക ഞാൻ നിലത്തു വീഴാൻ അനുവദിക്കില്ല. മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ പതാകയെ തന്റെ ഇടത്തെ കയ്യിലേക്ക് മാറ്റിപ്പിടിക്കുകയാണ്. ക്രൂരന്മാരായ ശത്രു സൈന്യമതാ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇടത്തെ കൈയും വെട്ടിമാറ്റുകയാണ്. പക്ഷേ മഹാനവറുകൾ പറയുന്നു, എന്റെ ഇടത്തെ കൈയും നിലത്തെ കറ്റു വീണാലും അള്ളാന്റെ ഹബീബന്റെ കയ്യിലേൽപ്പിച്ച ഇസ്ലാമിന്റെ പരിശുദ്ധ പതാക നിലത്തു വീഴാൻ ഞാൻ അനുവദിക്കില്ല. മഹാനവറുകൾ ആ പതാക എടുത്ത് തന്റെ വലത്തെ കക്ഷത്തിൽ ഉറുക്കി പിടിക്കുകയാണ്. അതാ മഹാനവറുകളുടെ വലത് കൈയിന്റെ ബാക്കി വരുന്ന ഭാഗം കൂടെ ശത്രു സൈന്യം വെട്ടിമാറ്റുകയാണ്. ആ പതാക നിലത്ത് വീഴാൻ മഹാനവറുകൾ അനുവദിച്ചില്ല. അതിനെ എടുത്തുകൊണ്ടതാ തന്റെ ഇടത്തെ കക്ഷത്തിൽ ഇറുക്കി പിടിക്കുകയാണ്. ഇടത്തെ കൈയിന്റെ ബാക്കി വരുന്ന ഭാഗവും അതാ ശത്രു സൈന്യം വളരെയധികം ക്രൂരമായി വെട്ടിമാറ്റുകയാണ്. അവസാനം കൈ മുറിക്കപ്പെട്ട് കാൽ മുറിക്കപ്പെട്ട് ശരീരത്തിൽ ഒരുപാട് പരിക്കുകളേറ്റു മഹാനവറുകൾ മുഅ്ത യുദ്ധത്തിന്റെ ഭൂമിയിൽ അങ്ങോട്ട് പിടഞ്ഞു വീഴുമ്പോ അവിടുത്തെ ശരീരത്തിൽ 90-ലധികം മുറിവുകൾ ഉണ്ടായിരുന്നു.
എത്ര മുറിവുകൾ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 90-ലധികം മാരകമായ മുറിവുകൾ ഏറ്റുകൊണ്ടാണ് മഹാനവറുകൾ ആ ഭൂമിയിലേക്ക് പിടഞ്ഞു വീഴുന്നത്. അങ്ങനെ അതാ സ്വഹാബികൾ ഒരു പാത്രത്തിൽ വെള്ളവുമായി മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുമ്പോ മഹാനവറുകൾ പറയുന്നു, വേണ്ട വേണ്ട, ഞാൻ നോമ്പുകാരനാണ്, ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾ എന്നെ കുടിപ്പിക്കരുതേ. നോമ്പുകാരനായി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് 90-ലധികം മുറിവുകളുമായി മുഅ്താ യുദ്ധത്തിൽ പിടഞ്ഞു വീണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സഞ്ചരിച്ച പാതയിലൂടെയാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ്, മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവും ഇതിൽ നിന്ന് ഭിന്നമല്ലല്ലോ. മഹാനവറുകൾ അതാ തന്റെ കൂടെയുണ്ടായിരുന്ന സൈന്യവുമായി പേർഷ്യൻ സാമ്രാജ്യത്തെ കീഴടക്കാൻ വേണ്ടി കടന്നു പോവുകയാണ്. അങ്ങനെ അതാ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ മദായിൻ പട്ടണത്തിൽ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന, മാനം മുട്ടേ ഉയർന്നു നിൽക്കുന്ന പേർഷ്യൻ രാജാവിന്റെ വെള്ളക്കൊട്ടാരമതാ അങ്ങ് ദൂരെ നിന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. പക്ഷേ ആ കൊട്ടാരത്തിന്റെ അടുത്തെത്തണമെങ്കിൽ അതാ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിന്റെയും കൊട്ടാരത്തിന്റെയും ഇടയിൽ വളരെ വീതിയേറിയ ഒരു പുഴയുണ്ട്. ആ പുഴ കടന്നിട്ടല്ലാതെ കൊട്ടാരം കീഴടക്കാൻ സാധ്യമല്ല. വെള്ളിയാഴ്ച ദിവസം രാവിലെയാണ് മഹാനവറുകൾ കൊട്ടാരം കാണുന്നത്. മഹാനവറുകൾ പറയുന്നു, ഇൻഷാ അല്ലാഹ്